ഹലോ ഫാമിലി, സാറയാണ്. ഞാനിവിടെ പോവാണെന്നല്ല കരുതുന്നത്. എൻ്റെ മുടി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഏകദേശം എൻ്റെ ഒരു 20 വയസ്സ് മുതൽ ഹെയർ കളറിങ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ എന്നിട്ടും ഈ ഹെയർ ഇത്രയും ബാക്കിയുണ്ട് എന്നതിലാണ് എൻ്റെ ഒരു അത്ഭുതം. ഹെയർ കളറിങ് ഇപ്പോൾ കോമൺ ആയിട്ടുള്ളൊരു കാര്യമാണ്, എല്ലാവരും ചെയ്യാറുണ്ട്. കൊച്ചു കുട്ടികൾ വരെ, തള്ളമാർ വരെ, പ്രായമായവർ വരെ ചെയ്യാറുണ്ട്. തള്ളമാരെന്ന് ഉദ്ദേശിച്ചത് എന്നെ തന്നെയാട്ടോ, നീ അത് പറയില്ലേ. ഹെയർ കളർ ആദ്യത്തെ കാലഘട്ടത്തിലൊക്കെ ചെയ്തിരുന്നത് ഫെം എന്നൊക്കെ പറഞ്ഞ ബ്ലീച്ചില്ലേ, ആ ബ്ലീച്ച് ആദ്യം ഇടും. അത് കുറേ നേരം വെച്ച് അതൊരു ഗോൾഡൻ കളറാകും. എന്നിട്ട് അതിൻ്റെ മേളില് കുറെ കളർ വരുത്തേക്കും. അങ്ങനെയൊക്കെയായിരുന്നു ആദ്യത്തെ പ്രൊസീജിയർ. ബ്യൂട്ടി പാർലറിലൊക്കെ ഒരുപാട് വർഷമായിട്ട് ചെയ്യുന്നവർക്ക് മനസ്സിലാവും. പണ്ടൊക്കെ ഇങ്ങനെ ബ്ലീച്ച് ചെയ്ത് കളറൊന്ന് ഫെയ്ഡ് ആക്കിയിട്ട് ഗോൾഡൻ കളർ ആക്കിയിട്ട് അതിന്റെ മേളിലാണ് നമുക്ക് ഇഷ്ടമുള്ള, അന്നത്തെ കാലത്തുള്ളവർക്ക് അറിയാൻ പറ്റും, ബർഗണ്ടി എന്ന് പറയുന്നൊരു കളറായിരുന്നു അന്ന് ഫേമസ്. ഇന്നും ബർഗണ്ടി എന്നുള്ള പേര് മാറി പല പല പുരോഗമന പേരുകൾ വന്നെങ്കിലും ഞാനൊരു ബർഗണ്ടി ഫാനാണ്. അതായത് ഒരു റെഡിഷ് മെറൂൺ ആണ് എൻ്റെ ഹെയറിൽ ഇഷ്ടം. അപ്പൊ നിങ്ങൾ ചോദിക്കും ഇവിടെ അവിടെ ഒക്കെ ഗോൾഡൻ കളർ. അതായത് നമ്മളിങ്ങനെ ചെയ്ത് ഒരു 6-7 മാസം ആകുമ്പോഴേക്കും നമ്മൾ നോർമൽ വാഷൊക്കെ അല്ലേ ചെയ്യുന്നേ. അതായത് ചിലപ്പോൾ നോർമൽ ഷാമ്പു ആയിരിക്കും, അല്ലെങ്കിൽ കളറിങ്ങിന്റെ തന്നെ ഷാമ്പു ഒക്കെ ഉപയോഗിക്കും. നമ്മൾ ചൂടുവെള്ളത്തിൽ കുളിക്കും, ചിലപ്പോൾ തണുത്തുള്ളത്തിൽ കുളിക്കും, അങ്ങനെയൊക്കെ അല്ലേ. അപ്പോൾ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ കളറ് കുറച്ച് ഒരു 6 മാസം ആകുമ്പോഴേക്കും ഫെയ്ഡ് ആവും. ഫെയ്ഡ് ആകുമ്പോൾ വരുന്നത് ഏകദേശം ഒരു ഗോൾഡൻ, വീഡിയോ കട്ടായി പോയി, ഒരു കട്ടർ ചാടിയപ്പോൾ, അതായത് ഒരു ഗോൾഡൻ കളറിലേക്കാണ് നമ്മളുടെ ഹെയർ വരുന്നത്. എനിക്ക് എന്താണെന്ന് അറിയത്തില്ല, കറുത്ത മുടിയോട് വലിയ ഇഷ്ടമുള്ള ഒരാളല്ല. അതെന്താന്ന് എനിക്കറിയത്തില്ല. എനിക്ക് ഒരുപാട് മുടി ഉണ്ടായിരുന്നു. 2015 മുതലാണ് ഹെയർ സ്മൂത്തനിങ്, സ്ട്രെയിറ്റനിങ്, കെരാറ്റിൻ, പിന്നെ ബോട്ടോക്സ്, ബ്ലോ ഡ്രൈ എന്ന് വേണ്ട സകല സാധനങ്ങൾ എൻ്റെ മുടിയിൽ ഞാൻ പരീക്ഷിച്ചിട്ടുണ്ട്. ചിലതൊക്കെ വമ്പിച്ച വിജയമായിരുന്നു, ചിലതൊക്കെ ഭയങ്കര ഫ്ലോപ്പായിരുന്നു. വേറൊന്നും കൊണ്ടല്ല, നമുക്കറിയാലോ ഇതിനൊക്കെ ഒരു സമയമുണ്ട്. ആ സമയത്തിനുള്ളിൽ ആ ക്രീം എടുത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മൾക്ക്, എനിക്ക് കിട്ടിയ ഒരു ഉപദ്രവം എന്ന് പറയുന്നത്, ഞാൻ കൊച്ചിയിലെ ഒരു സലൂണിൽ ചെയ്തിട്ട് 45 മിനിറ്റ് ക്രീം വെക്കുന്നതിന് പകരം ഒരു 1.5 മണിക്കൂറോളം വെച്ചു. എനിക്ക് ഇറങ്ങി ഓടാൻ പറ്റുമോ, എനിക്ക് വിളിച്ചു പോകാൻ പറ്റുമോ, കാരണം ആ പയ്യൻ അവിടെ എവിടെയോ പുറത്തേക്ക് പോയി. അപ്പോൾ എനിക്ക് മനസ്സിലായത് പണി കിട്ടും എന്നുള്ളത്. അപ്പോൾ അമോണിയ കണ്ടന്റ് ആണ് അത് കൂടുതൽ കയറിപ്പോയി. അതോടുകൂടി എനിക്ക് നേരെ വരാൻ തുടങ്ങിയത് അപ്പോൾ മുതലാണ്. അപ്പോൾ പറയും ചിലവര്, ഓ അതിന്റെ നമ്പറാണ്, നമ്മുടെ കുഴി കണ്ട എന്തൊരു കുഴിയാണ്, എന്നിട്ട് ബാക്കിലിരിക്കണവര് സംസാരിക്കാൻ പാടില്ല, ചെയ്യാൻ പാടില്ല, എന്തൊക്കെ നിയമങ്ങളാണ്. പോട്ടെ, ആ ഫ്ലോ അങ്ങ് പോയി. അപ്പോൾ എനിക്കന്ന് മനസ്സിലായി, അന്ന് മുതൽ എനിക്ക് നല്ല ലെങ്ത് ഉണ്ടായിരുന്നു മുടി. അതുവരെ ഞാൻ സ്ട്രെയിറ്റനിങ് ചെയ്തിട്ടോ മറ്റുള്ള കാര്യങ്ങൾ ചെയ്തിട്ട് എനിക്ക് സത്യം പറയാലോ, എനിക്ക് വേറെ ഹെയർ ഫോളോ, ഹെയർ പൊട്ടിപ്പോവുക അങ്ങനെയൊന്നും. ഞാൻ നല്ല പാർലറിലായിരുന്നു ചെയ്തത് കേട്ടോ. പാർലറുകളുടെ പേരുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഇത് ചെയ്തതിന് ശേഷം എൻ്റെ മുടി ഡാമേജ് ആയി. അത് ഞാൻ ചെയ്തത് തോപ്പുംപടി മറീന മാളിൽ നീവ് എന്ന് പറഞ്ഞിട്ട് ഒരു പാർലറുണ്ട്. അവിടെയാണ് ഞാൻ എൻ്റെ അന്നാമ്മയുടെ പ്രസവം കഴിഞ്ഞ്, എനിക്ക് ഇത്രയും മുടിയുണ്ട്, ആ മുടിയുടെ ഫോട്ടോ ഒക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. സമയം കൂടിപ്പോയി എന്ന് എനിക്ക് ഉറപ്പായിരുന്നു. ഞാൻ അവിടുത്തെ പയ്യനോട് പറഞ്ഞു സമയം കൂടുതലായതുകൊണ്ടാണ്. ഞാൻ എന്നിട്ട് ഡോക്ടറെ കാണിച്ചപ്പോഴേക്കും ഡോക്ടർ ചെക്ക് ചെയ്തപ്പോൾ അമോണിയ കണ്ടന്റ് ഒരു 3-4 ലെയർ താഴേക്ക് അത്രയുണ്ട്. അതായത് അന്ന് മുതൽ തുടങ്ങിയ ഡാൻഡ്രഫ് എന്ന് ഞാൻ പറയത്തില്ല, ഡാൻഡ്രഫ് പോലത്തെ ഒരു സംഭവം അത് ഇന്നും എൻ്റെ ഹെയറിൽ നിന്ന് പോയിട്ടില്ല. ഹെയർ പൊഴിയാൻ തുടങ്ങി. പിന്നെ ഞാൻ വാല് പോലെ ആയപ്പോഴേക്കും വെട്ടിക്കളഞ്ഞ് ഇപ്പോൾ ഈ ഒരു ലെങ്ത്തിലാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്. അതും കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഹെയർ പോയല്ലോ, പിന്നെ ഞാൻ എന്ത് ചെയ്തു, ഇതൊന്ന് മെയിൻറ്റെയിൻ ചെയ്യാൻ കരാറ്റിൻ ചെയ്തു. കരാറ്റിൻ ചെയ്തത് ടോണിയൻകൈ നമ്മുടെ പനമ്പള്ളി നഗറിലായിരുന്നു കേട്ടോ. ടോണിയൻകൈ എല്ലാ ബ്രാഞ്ചും നല്ലതാണെന്ന് ഞാൻ പറയത്തില്ല, കാരണം എന്താണെന്ന് എനിക്ക് അറിയത്തില്ല. ടോണിയൻകൈനോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ 1-2-3 ബ്രാഞ്ച് ഉണ്ടായിരുന്നപ്പോൾ അവിടെ ഒരു ക്വാളിറ്റി നിലനിർത്തിയിരുന്നു. അത് എല്ലാ ബ്രാഞ്ചിലും അത് നിലനിർത്തുന്നില്ല. അതുകൊണ്ട് പനമ്പള്ളി നഗറിലെ ടോണിയൻകൈ എനിക്ക് ഓക്കെയാണ്. അവിടുത്തെ ആ സമയത്തുണ്ടായിരുന്ന സ്റ്റാഫാണോ ഇപ്പോൾ ഉള്ളതെന്ന് അറിയത്തില്ല. അത് കഴിഞ്ഞ് ഞാൻ പോയിട്ടില്ല. അപ്പൊ അതിന് ശേഷം ഞാൻ മുടി പിന്നെ ചെയ്തു. പിന്നെ കരാറ്റിൻ, പിന്നെ സ്ട്രെയിറ്റനിങ്ങോ ബ്ലോ ഡ്രൈയിങ്ങോ ഒന്നും ഞാൻ ചെയ്യാൻ ശ്രമിച്ചിട്ടില്ല, കാരണം എനിക്ക് അതൊരു പേടിയായി. അപ്പോൾ അത് ചെയ്തു. പിന്നെ ഇടക്കിടക്ക് കരാറ്റിൻ പോയി മെയിൻറ്റെയിൻ ചെയ്യും. മിക്കവാറും 2-3 മാസം കൂടുമ്പോൾ ഞാൻ പോയി സ്പാ ചെയ്യാറുണ്ട്. കാരണം ഞാനിങ്ങനെ ഹെയറിൽ ട്രീറ്റ്മെന്റ് ഒക്കെ ചെയ്തതുകൊണ്ട് മാത്രമാണ് ഞാൻ സ്പാ ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ അമ്മമാരോ അല്ലെങ്കിൽ ആരെങ്കിലും, നമ്മളെ 2 കൈ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് ഓയിലൊക്കെ മസാജ് ചെയ്ത് നല്ലൊരു ഷാമ്പു, നല്ലൊരു കണ്ടീഷണർ ഇട്ട് കഴിഞ്ഞാൽ അത് മതി. പിന്നെ പേഴ്സണലി ഞാൻ എല്ലാ കുട്ടികളോടും പറയും, സ്ട്രെയിറ്റൻ ചെയ്യണോ ചേച്ചി, എനിക്ക് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ പേഴ്സണലി പറയും,
ഒരു തരത്തിലുള്ള ട്രീറ്റ്മെന്റും ഹെയറിൽ ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. എന്റെ പേഴ്സണൽ അനുഭവമാണ്, 20 വർഷത്തെ എക്സ്പീരിയൻസിലാണ് ഞാൻ പറയുന്നത്. ഈ പാർലർകാർക്ക് പലർക്കും അത് പിടിക്കണുണ്ടാവില്ല, അവരുടെ വരുമാനം ആവാം. എനിക്ക് പറഞ്ഞേ പറ്റത്തുള്ളൂ. ആരെങ്കിലും എതിർപ്പായിട്ട് വരുവാണെങ്കിൽ ഞാൻ അതിന്റെ പ്രൂഫ് അടക്കം കാണിക്കാം എന്തുകൊണ്ട് ഞാനിത് പറയുന്നു എന്നുള്ളത്. അപ്പോ നമുക്കൊരു ആഗ്രഹം ഉണ്ടാവും, എന്റെ മുടി ഒന്നിങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണം, സ്മൂത്ത്. നിങ്ങൾ പോയിട്ട് പെർമനന്റ് അല്ലാത്ത കിട്ടുമല്ലോ, അയൺ ചെയ്യുന്നതും പ്രോബ്ലം തന്നെയാണ്. എന്നാലും നമ്മളുടെ ഒരു മനസ്സിന്റെ ഒരു ആഗ്രഹം, നമുക്ക് സന്തോഷം എന്ന് പറയുന്നതിന് മുഖ്യമായിട്ട് ആഗ്രഹങ്ങൾക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ നിങ്ങൾ അങ്ങനെയുള്ളത് പെർമനന്റ് അല്ലാത്ത വല്ലപ്പോഴൊക്കെ എപ്പോഴും പോയി അയൺ ചെയ്യാനോ ഒന്നിനും നിൽക്കരുത്. അയൺ ചെയ്തിടാം അല്ലെങ്കിൽ കേൾ ചെയ്തിടാം, പെർമനന്റ് ആയിട്ട് ചെയ്യണ്ട എന്ന് തന്നെ ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മൾ വിചാരിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് ആണെങ്കിൽ ഞാൻ പറയാം, ഇത് മെയിൻ്റെനൻസിന് നല്ല എമൗണ്ട് നിങ്ങൾക്ക് ചിലവാകും. കാരണം ഇത് നമ്മൾ ഒരു തവണ ചെയ്തു, അതിന് മെയിൻ്റെനൻസ് ഉണ്ട്. നമ്മുടെ പഴയ ഹെയർ ആയിരിക്കില്ല പിന്നെ ഇവിടെ നിന്ന് വളർന്നു വരുന്നത്, ഒന്നും കൂടി മോശമായിട്ടുള്ളൊരു ഹെയർ ആയിരിക്കും വരുന്നത്. അത് ഉറപ്പുള്ള കാര്യമാണ്. പിന്നെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ ഇതിൻ്റെതായ ഷാമ്പൂ ഉണ്ട്, ഇതിൻ്റെതായ കണ്ടീഷണർ ഉണ്ട്, നല്ല വിലയുമുണ്ട്. അതുകൂടാതെ മാസത്തിൽ ഉറപ്പായിട്ട് സ്പാ ചെയ്തിരിക്കണം. ഇതെല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യാം എന്നേ ഞാൻ പറയുന്നുള്ളൂ. ചില സമയത്തൊക്കെ എനിക്ക് വരെ ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ട് ഇതൊക്കെ ചെയ്യാൻ പറ്റാതെ. അപ്പൊ കളറിങ്ങിലേക്ക് വരാം. കളറിങ് എന്റെ മുടി ഡാമേജ് ആകും എന്നെനിക്കറിയാം, ഡ്രൈ ആകും എന്നെനിക്കറിയാം. പക്ഷെ എനിക്ക് അതെന്റെ ഒരു ആഗ്രഹവും സന്തോഷവുമാണ്. അതിന്റെ പേരിൽ ഞാൻ കളറിങ് ചെയ്യാറുണ്ട്. ഞാൻ എപ്പോഴും ചെയ്യുന്നത് ആ ഒരു റെഡിഷ് മെറൂൺ ബർഗണ്ടി എന്നൊക്കെ പറയില്ലേ, ആ കളറും ഒരു റാണി പിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു കളറും കൂടി മിക്സ് ചെയ്തിട്ട് ഓരോ ലെയറാണ് ചെയ്യുന്നത്. ഈ ക്രൗൺ ഏരിയയിൽ എനിക്ക് കളർ പിടിക്കാറില്ല. കാരണം നര വരാൻ തുടങ്ങി. എനിക്കൊരു 35 വയസ്സൊക്കെ ആയപ്പോഴേക്കും നര വരാൻ തുടങ്ങി. എനിക്ക് പുറമെ ബാക്കിലുള്ള നര ഒരിക്കലും എന്നെ ശല്യപ്പെടുത്താറില്ല. അത് നാട്ടുകാരല്ലേ കാണുന്നത്, എനിക്ക് പ്രശ്നമില്ലല്ലോ. പക്ഷെ എനിക്ക് ഫ്രണ്ടിലുള്ള നര ചില സമയത്തൊക്കെ നമുക്ക് മീറ്റിംഗ്സിനും അതിനൊക്കെ പോകുമ്പോൾ നമുക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവത്തില്ല. അതേസമയം എനിക്ക് നേരെ കാണുന്നതും കോൺഫിഡൻസ് ആണ്. കാരണം എനിക്ക് 2 പിള്ളേരുടെ അമ്മ എന്ന് അറിയുന്നതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അപ്പൊ അതുകൊണ്ട് കുറച്ച് നേരെയൊക്കെ ആകാം. ഇപ്പൊ ചില സമയത്ത് ഞാൻ എന്ത് ചെയ്യും, ഈ ക്രൗൺ ഏരിയ മാത്രം, റൂട്ടിൽ മാത്രം ബ്ലാക്ക് കളർ ചെയ്യും. ഡൈ അല്ല, അവിടെ പോയിട്ട് നമ്മൾ നോർമൽ കളർ ചെയ്യുന്ന പോലെ ലോറിയലിന്റെ എന്തെങ്കിലും കളർ ചെയ്യും. കളർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു 20 ദിവസം വരെയൊക്കെ അത് നിൽക്കും. അത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മുടി വളർന്നു വരുമ്പോൾ അവിടെ വൈറ്റ് ഉണ്ടാവും. അപ്പൊ അത് നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യത്തുള്ളൂ. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഡൈ ചെയ്യുക, അതല്ലെങ്കിൽ കളർ ചെയ്ത ബ്ലാക്ക് കളർ ചെയ്ത സ്ഥലത്ത് പിന്നീട് നമുക്ക് ഇഷ്ടമുള്ള ഒരു കളറ്, മെറൂണോ പച്ചയോ നീലയോ കളറുകളൊന്നും ഇവിടെ പിടിക്കാറില്ല. അത് ഞാൻ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ട്. അത് പിടിച്ചിട്ടില്ല. ഞാനൊരു പർപ്പിൾ കളറൊക്കെ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇവിടെ മുതൽ ചെയ്തപ്പോഴേക്കും ഒരു മഞ്ഞ കളറായിട്ട് മാറിയത്. അപ്പൊ അങ്ങനെയുള്ള കുറച്ച് ഇൻസിഡൻസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഭാഗത്ത് ഞാൻ കളർ ചെയ്യാൻ ശ്രമിക്കാറില്ല, പിടിക്കത്തില്ല. നിങ്ങൾ പോയി അവിടെ ചെയ്തിട്ട് പാർലർകാരോട് തലോടിച്ചിട്ട് കാര്യമില്ല. അത് ഡൈ ചെയ്ത ഹെയർ ആണോ, അതിങ്ങനെ വളർന്നു വരും. അതുകൊണ്ട് ഈ ഭാഗത്ത് പിടിക്കില്ല. അപ്പൊ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഈ ഭാഗത്താണ്. കാരണം ഇവിടെ ഞാൻ ഡൈ ചെയ്യാറില്ല, ഐ മീൻ വൈറ്റ് ഹെയർ ബ്ലാക്ക് ആക്കാറില്ല. അപ്പൊ ഇവിടെ ഇങ്ങനെ ഓരോ ലെയർ എടുത്താണ് ഞാൻ ചെയ്യാറുള്ളത്. അപ്പൊ ഇത് ചെയ്ത് കഴിയുമ്പോൾ ഉള്ള പ്രശ്നങ്ങള് എന്തൊക്കെയാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം. നമ്മള് ഹെയർ കളർ ചെയ്തിട്ടുണ്ടോ, ആഴ്ചയിൽ 2 ദിവസം ഹെയർ വാഷ് ചെയ്താൽ മതി. 1, ഹെയർ കളർ ചെയ്തതിന്റെ ഷാമ്പൂസ് ഉണ്ട്, അത് ഒരു നിർബന്ധമായിട്ടും അത് തന്നെ ഉപയോഗിക്കാൻ ഞാൻ പറയത്തുള്ളൂ. കാരണം നമ്മൾ ഈ ഹെയർ കളർ ചെയ്ത് കഴിയുമ്പോൾ ഹെയർ കാണാൻ നിങ്ങൾക്ക് മനസ്സിലാവും, ഡ്രൈ ആകും കുറച്ചും കൂടി. പിന്നെ നമ്മൾ ഈ പറയുന്നവരെ അവര് പറയും ഇങ്ങനെ എണ്ണയൊന്നും ഇടല്ല, പക്ഷെ ഞാൻ എന്തായാലും ആഴ്ചയിൽ ഒരിക്കലും ഒരു എണ്ണയൊക്കെ ഇട്ടൊന്ന് മസാജ് ചെയ്ത്, കാരണം എണ്ണയൊക്കെ ഇടുന്നത് ഈ കളർ പെട്ടെന്ന് പോവാനുള്ള കാരണമാകും. അതുകൊണ്ടാണ് അവർ പറയുന്നത് ചൂടുവെള്ളത്തിൽ തല കഴുകുമ്പോഴും പെട്ടെന്ന് ഇങ്ങനെ ഫെയ്ഡ് ആകും. പക്ഷെ ഞാൻ ഇടയ്ക്കൊരു ഹെയറിനൊരു കെയർ വേണമല്ലോ എന്ന് എഴുതിയിട്ട് ഞാൻ പഴയ പോലെ തന്നെ എണ്ണയൊക്കെ ഇട്ട് ഷാമ്പൂ ഒക്കെ ഇട്ട് വാഷ് ചെയ്യും. അപ്പൊ ഒരിക്കലും കണ്ടീഷണർ കൊണ്ടായിട്ട് തലയിൽ ഇടരുത്. ചിലവര് പറയും സ്കാൽപ്പിൽ ഇടാവുന്ന കണ്ടീഷണർ ഉണ്ട്. ഞാൻ പേഴ്സണലി പറയും എല്ലാ കണ്ടീഷണറും അതിന്റേതായ പ്രശ്നങ്ങളുണ്ട്. അതുകൊണ്ട് തലയിലിട്ട് ആരും റിസ്ക് എടുക്കണ്ട. ഹെയർ മാസ്ക് കിട്ടുമെങ്കിൽ ഹെയർ മാസ്ക് ഇട്ടിട്ട് നിങ്ങൾ വാഷ് ചെയ്തോ, കുഴപ്പമില്ല. അപ്പൊ ഹെയർ കളർ എന്ന് പറയുന്നത് ഇത്രയൊക്കെയാണ്. ഞാൻ പേഴ്സണലി പറയും ഹെയർ കളർ നമ്മൾ ആഗ്രഹമാണ്. എന്നെ പോലെ ഹെയർ കളർ എന്ന് പറഞ്ഞ് വട്ട് പിടിച്ചെടുക്കുന്ന ആൾക്കാരാണ് ചെയ്തോ. ഹെയറിനുള്ള ട്രീറ്റ്മെന്റുകളൊന്നും അധികം ചെയ്യണ്ട എന്ന് തന്നെ പറയത്തുള്ളൂ. മുമ്പ് പറഞ്ഞ പോലെ മെയിൻ്റെനൻസിന് പൈസ കൂടുതലാണ്. നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഹെയർ എപ്പോഴും ഭയങ്കര അടിപൊളിയായിട്ട് നിൽക്കും എന്ന് വിചാരിക്കരുത്. അതിന്റെ ഇടയിൽ കൂടി ഗൂഗിൾ ചേച്ചിയാണ് കേട്ടോ പറഞ്ഞേ. അപ്പൊ ഇന്ന് ഞാൻ ഇവിടെ നമ്മുടെ കാക്കനാട് എന്നെ അടുത്ത് തന്നെ ഒരു പാർലർ ഉണ്ട്. ഞാൻ കൊച്ചിയിലായിരുന്നു ചെയ്തിരുന്നത്. എനിക്കിവിടെ ഒരു നല്ലൊരു പാർലർ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ആ പാർലറിലേക്കാണ് ഞാൻ ഇന്ന് ഹെയർ കളർ ചെയ്യാൻ വേണ്ടി പോവാണ്. 20 വർഷമായി കണ്ടിന്യൂസ് ഒരു വർഷത്തിൽ 2 വട്ടം ഞാൻ പോയി കളർ ചെയ്യും.
കാരണം എന്ന് വെച്ചാൽ ഇത് ഫെയ്ഡ് ആകുമ്പോഴേക്കും ഞാൻ പോയി കളർ ചെയ്യും. എനിക്ക് കളർ ചെയ്യുന്നതാണ് ഇഷ്ടം. പിന്നെ കുറച്ച് കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് നാടൻ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, കുറച്ച് സവാള നീര് അല്ലെങ്കിൽ ഉള്ളി നീരൊക്കെ ഉണ്ടല്ലോ, ഉള്ളി നീരൊക്കെ നിങ്ങള് അരച്ച് ചേർക്കുക. അരച്ചിട്ട് അതിന്റെ നീര് എന്തൊക്കെ ചെയ്തിട്ടും നിങ്ങക്ക് ഒരു എനിക്ക് തോന്നുന്നില്ല ഈ ഡാൻഡ്രഫിന് ഒരു ഇതുണ്ടാവുമെന്നോ, അല്ലെങ്കിൽ ഇങ്ങനെ കളർ ചെയ്ത് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ഹെയറിനൊക്കെ മസ്റ്റ് ആയിട്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സവാള നീരോ ഉള്ളി നീരോ നിങ്ങള് ഇത് ചെയ്യണം. എന്ത് ചെയ്യണം? ആ നീര് തേച്ച് ഒരു 10-20 മിനിറ്റ് കഴിഞ്ഞിട്ട് ഹെയർ വാഷ് ചെയ്യുക. അപ്പൊ ഹെയറിന് ഉണ്ടാവുന്ന ഈ ഒരു ഇതൊക്കെ ഉണ്ടാവൂടാ, നമുക്ക് ഈ ഒരു ഫംഗസ് പോലെയൊക്കെ ഉണ്ടാവും. കാരണം എല്ലാം കെമിക്കലാണ്. ആരൊക്കെ കെമിക്കൽ അല്ല, പ്രോബ്ലം ഇല്ലാത്തതാണ്, ഹെയർ പ്രൊട്ടക്ഷൻ ആണ് എന്ന് പറഞ്ഞാൽ അതിലൊക്കെ കെമിക്കൽ ഉണ്ട്. നമ്മൾ ചെയ്യുന്ന പ്രൊസീജിയർ ഒക്കെ സെയിം തന്നെയാണ്. പല പല പേരുകളിൽ ഇപ്പൊ കെരാറ്റിൻ, മറ്റേ ബൊട്ടോക്സ്, അങ്ങനെ പല പല പേരുകളിൽ വരുന്നുള്ളൂ. എന്നെ സംബന്ധിച്ച് ട്രീറ്റ്മെന്റ് നോക്കുമ്പോൾ ഒരെണ്ണം അന്ന് അപ്പൊ തന്നെ വാഷ് ചെയ്യാൻ പറ്റും, ഒരെണ്ണം 3-ാമത്തെ ദിവസം വാഷ് ചെയ്യാൻ പറ്റും. ആ ഒരു വ്യത്യാസമല്ല, അതേ പ്രൊഡക്റ്റും വ്യത്യാസമുണ്ട്. ചെയ്യുന്ന സാധനങ്ങൾ ഇതൊക്കെ തന്നെയാണ്. ഈ പറഞ്ഞ കുറെ ക്രീമൊക്കെ വാരി ഇടുക, നമ്മൾ അയൺ ചെയ്യുക, പുകയും പടലൊക്കെ തന്നെയാണ്. പക്ഷെ ഇതെല്ലാം പേഴ്സണലി അറിഞ്ഞിട്ടും ഞാൻ ചെയ്യുന്നത് എന്റെ ഒരു സന്തോഷം, എന്റെ ഒരു ആഗ്രഹം, എന്റെ ഒരു കോൺഫിഡൻസ്, അതിനു വേണ്ടിയിട്ട് മാത്രമാണ് ചെയ്യുന്നത്. ഇനി അധികം കാലമൊന്നും ഇല്ലല്ലോ, മുടിയല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ട് വളർത്താം എന്ന് പറയും. അതിന് ഞാൻ പോയിരിക്കുന്ന കുറച്ച് പാർലറുകളുടെ ഒരു പേരുകൾ പറയാം. എനിക്കത് വലിയ കുഴപ്പങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. സജിത്താൻ സുജിത്ത് ഫിലിം സ്റ്റാർസിന്റെ ഒക്കെ പാർലറാണ്. പക്ഷെ ഒരു തവണ എനിക്ക് ചെന്നപ്പോഴേക്കും അവിടെ പണി കിട്ടി. വേറൊന്നും കൊണ്ടല്ല, ഞാൻ സ്ട്രൈറ്റനിങ് ചെയ്യാൻ ചെന്നു. ഞാൻ അവരുടെ ഒരു പോസ്റ്റ് താഴെ ഇട്ടിട്ടുണ്ടായിരുന്നു. അവര് സെലിബ്രിറ്റി ആണെങ്കിൽ അടിപൊളിയായിട്ട് ചെയ്തു കൊടുക്കും. നമ്മൾ ചെല്ലുമ്പോൾ അതായത് സ്ട്രൈറ്റൻ ചെയ്തു, പക്ഷെ ഒരു ദിവസം കഴിയുമ്പോഴേക്കും ഇവിടെ നിന്ന് ഓട്ടോമാറ്റിക് ഓയിലിങ് വരുക. അതായത് തല നിറച്ച് എണ്ണ ഇട്ട അവസ്ഥ. അതായത് ഇവര് ലാസ്റ്റ് ഇട്ട ഒരു സിറം പോലത്തെ ഒരു സാധനം ഉണ്ടായിരുന്നു, അത് കുറെ ഇട്ടായിരുന്നു അവര് തലയിൽ. എനിക്ക് തോന്നുന്നത് അത് തന്നെയാണ് എപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഒരു 3-4 മാസത്തിനുള്ളിൽ ഞാൻ വേറെ പാർലറിൽ പോയിട്ട് മുടി കെരാറ്റിനോ സ്ട്രൈറ്റനിങ് എന്തോ വീണ്ടും ചെയ്യേണ്ടി വന്നു. അതുകൊണ്ട് സജിത്താൻ സുജിത്ത് സാധാരണക്കാർക്ക് നല്ലതാണെന്ന് ഞാൻ പറയത്തില്ല. അവിടെ പെഡിക്യൂർ മാനിക്യൂർ ചെയ്തു. സാധാരണ ഒരു നോർമൽ വീടുകളിൽ ചെയ്യുന്ന ചേച്ചിമാര് വരെ അടിപൊളിയായിട്ട് ചെയ്യും. ഞാൻ എനിക്ക് ഫ്ലോപ്പ് ആയിരുന്നു അവിടെ. ഞാൻ അതുകൊണ്ട് അത് റെക്കമെൻഡ് ചെയ്യില്ല. ടോണിയൻ ഗൈ പനമ്പള്ളി നഗറിലേത് ഓക്കെയാണ്, അന്നത്തെ സ്റ്റാഫ് തന്നെയാണ്, ഇപ്പോഴെങ്കിൽ ഓക്കെയാണ്. നമ്മുടെ ബാരിക് സലൂൺ ഉണ്ട് തൈക്കൂടത്ത്, അത് അടിപൊളിയാണ്. കുറച്ച് മറ്റുള്ള പാർലറിനേക്കാൾ എമൗണ്ട് കൂടുതലാണെങ്കിലും നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് അവിടെ ഉണ്ട്. കസ്റ്റമൈസ്ഡ് ചെയ്തിട്ടുള്ള കളറുകൾ, നമ്മളെ സ്കിൻ ടോൺ നോക്കിയിട്ടുള്ള ഹെയർ കളറുകൾ, ഒരുപാട് പ്രൊഫഷണൽ ആയിട്ടുള്ള ആൾക്കാരും പ്രൊഫഷണൽ ആയിട്ടുള്ള ട്രീറ്റ്മെന്റും പ്രൊഫഷണൽ ആയിട്ടുള്ള കുറെ കളറുകളും എല്ലാം അവൈലബിൾ ആയതുകൊണ്ടാണ്. അതുകൂടാതെ അവിടുത്തെ നെയിൽ ആർട്ട് ആയിക്കോട്ടെ, പെഡിക്യൂർ ആയിക്കോട്ടെ, സൂരജ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. സൂരജ് ഉണ്ട് അവിടെ. ഹെയറിന്റെ ആണെങ്കിൽ ജെറീനെ കാണാം. നമ്മളെ ഹെയർ നോക്കി, അപ്പൊ എല്ലാരും പറയും അവിടെ ഭയങ്കര ആ ചാർജിനുള്ള സർവീസ് അവിടെ ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ വല്ലപ്പോഴാണെങ്കിലും അവിടെ പോവാറുണ്ട്. പിന്നുള്ളത് എഫ്കോഴ്സ് തോപ്പുംപടിയിലെ ടെക്സ്ചർ സലൂൺ. അവിടെ ഒരുപാട് സലൂൺസ് വന്നിട്ടുണ്ട്. തോപ്പുംപടിയിൽ നിങ്ങൾ ടുട്ടുവിനെ കാണുക. മെൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഒരു മേക്ക് ഓവർ വേണം, അയ്യോ ഈ താടി എങ്ങനെ സെറ്റ് ചെയ്യണമെന്ന് അറിയത്തില്ല, എനിക്ക് ചേരുന്ന ഹെയർ സ്റ്റൈൽ ഏതാണെന്ന് എനിക്കറിയത്തില്ല, അല്ലെങ്കിൽ ഹെയർ കട്ട് ചെയ്യുന്നത് എനിക്കറിയത്തില്ല, അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉള്ളവരാണോ ടെക്സ്ചർ സലൂണിലേക്ക് പോവുക. അവിടെ ടുട്ടു, അവന്റെ പേര് വേറെ എന്തുകൊണ്ടോ ടുട്ടുവിനെ കാണാം. ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞാൽ മതി. അവിടെ ചെന്ന് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടിപൊളി മേക്ക് ഓവർ കിട്ടും. പൊളി സർവീസ് ആണ്. ഞാൻ അവിടെയാണ് ഏറ്റവും കൂടുതൽ ഹെയറിന്റെ കളർ ചെയ്തിരിക്കുന്നത്. നമുക്ക് ബഡ്ജറ്റും വലിയ പ്രശ്നമില്ല കേട്ടോ. പിന്നെ ഞാൻ പോയിരിക്കുന്നത് പിന്നെ അങ്ങനെ എടുത്തു പറയാനായിട്ട് മെർമെയ്ഡ് എന്ന് പറഞ്ഞിട്ടൊരു പാർലറുണ്ട് കേട്ടോ തോപ്പുംപടിയില്. നമ്മുടെ വിൻസിയുടെ പാർലറാണ്. ഫേഷ്യലൊക്കെ ചെയ്യാനും മറ്റുള്ള ട്രീറ്റ്മെന്റെങ്കിലും ഫേഷ്യൽ. വീണ്ടും ഫോൺ എന്തോ ഓഡിയോ കട്ടായിപ്പോയി. അപ്പോൾ മെർമെയ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു പാർലറുണ്ട്. അത് തോപ്പുംപടിയിലാണ്. ഭയങ്കര എമൗണ്ട് ഒന്നുമില്ല. അത്യാവശ്യം സ്കിന്നൊക്കെ ഞാൻ ഫേഷ്യലൊക്കെ അത്യാവശ്യം ചെയ്തിരുന്നതും എനിക്ക് അത്യാവശ്യം റിസൾട്ട് ഉണ്ട്. പിന്നെ എന്റെ ഒരു പേഴ്സണൽ അനുഭവം വെച്ചിട്ട് എന്തൊരു ഫേഷ്യലിനും ഏതൊരു ഫേഷ്യലിനും 10 ദിവസം വാലിഡിറ്റി ഉള്ളൂ. അത് ഇല്ല എന്ന് പറയുന്നവരുണ്ടെങ്കിൽ എനിക്കൊന്നും ഫേഷ്യൽ ചെയ്ത് തരണം. ഞാനപ്പോ പേഴ്സണലി പറയുന്നത്, നിങ്ങൾക്ക് സ്കിന്നിന് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ, നിങ്ങൾ സ്കിൻ ഡോക്ടറെ കണ്ടിട്ട് അവിടെ നിന്ന് ക്രീമും അങ്ങനെയുള്ള സിറംസ് ഒക്കെ മേടിച്ച് പരട്ടി സ്കിന്ന് ക്ലിയർ ആക്കുന്നതാണ് നല്ലത്. അല്ലാതെ പാർലറിൽ പോയിട്ട് സ്കിൻ ക്ലിയർ ആകും എന്ന് പറഞ്ഞിട്ട് ചെല്ലരുത്. നമ്മളൊരു സോപ്പൊക്കെ ഇട്ട് കഴുകി കഴിയുമ്പോ കിട്ടുന്ന ഒരു ഇതില്ലേ, ഒരു ഫ്രഷ്നെസ്. നമ്മളെ വീട്ടിൽ പോയി കുറച്ച് അരിപ്പൊടി ഇട്ട് ഉരച്ച് കഴിയാൻ കിട്ടുന്ന ഫ്രഷ്നെസ് തന്നെ അത് കിട്ടത്തുള്ളൂ. ഇതാരെ അധിക്ഷേപിക്കാൻ പറയുന്നല്ല, ഞാൻ ഇത്ര ധൈര്യത്തോടെ പറയുന്നത് എന്നെ പലർക്കും അറിയാൻ പറ്റും. കാരണം പാർലറിൽ അതുപോലെ വന്നിട്ടുണ്ട്.
മനസ്സിലായോ? അപ്പോ ട്രീറ്റ്മെന്റുകൾ എടുക്കുന്നതായിരിക്കും നല്ലത്. നല്ല നല്ല സ്ഥലങ്ങളിൽ പോയിട്ട് നല്ല നല്ല ഡോക്ടേഴ്സിനെ കണ്ടിട്ട് ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം നമ്മൾ ഇതുപോലത്തെ പാർലറുകളിൽ നമ്മളൊരു ഇതിന് പോവുകയാണെങ്കിൽ, മീൻസ് എന്തെങ്കിലും ഒരു ഫേഷ്യലൊക്കെ ചെയ്യുവാണെങ്കിൽ ഒരു ഗുണം ഉണ്ടാവും. അല്ലാതെ നമ്മള് കുറെ കുരുവുള്ളതും കുറെ മാർക്കുള്ളതായിട്ടുള്ള ഫേസ് ആയിട്ട് പോയിട്ട് പാർലറിൽ ചെന്ന് ഇനി കുരുവൊക്കെ മാറി കിട്ടും, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നുള്ളൊരു പ്രതീക്ഷയിൽ പോകണ്ട. ജസ്റ്റ് അതൊന്ന് ഒരു കവറപ്പ് ചെയ്യാത്തല്ലാതെ എല്ലാ പ്രത്യേകിച്ച് ഗുണമുള്ളതായിട്ട് എനിക്ക് തോന്നില്ല. എന്റെ പേഴ്സണൽ അനുഭവമാണ്. മറ്റുള്ളവർക്ക് ഈ അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം, മറ്റുള്ളവർക്ക് നല്ല അനുഭവം ഉണ്ടായിട്ടുണ്ടാവും. എന്റെ പേഴ്സണൽ അനുഭവമാണ് ഞാൻ ഈ വിളിച്ചു കൂടി പറയുന്നത്. ഇപ്പൊ ഞാൻ പോകുന്ന പാർലർ ദക്ഷ് എന്നാണ്, കാക്കനാടുള്ളതാണ്. അവിടെയാണ് ഞാൻ പോകുന്നത്. അവിടെ പോയി ഹെയറൊക്കെ കളർ ചെയ്ത് സെറ്റായിട്ട് ഞാൻ അതിന്റെ റിസൾട്ട് കാണിക്കാം കേട്ടോ. ഇത്രയൊക്കെയല്ലേ പറയാനുള്ളൂ കളറിങ് ഹെയറിനെ കുറിച്ച്. വേറെ എന്തെങ്കിലും ഡൗട്ടുകൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിച്ചോട്ടോ. അത്രയ്ക്ക് ആഗ്രഹമാണ് ചേച്ചി എനിക്ക് ചെയ്യാനായിട്ട്. എനിക്ക് അത് എങ്ങനെയാ ചെയ്യേണ്ടത്, എവിടെ പോകണം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞുതരാം. മീൻസ് കോണ്ടാക്ട് ചെയ്ത് തരാം കേട്ടോ. അതിന്റെ എമൗണ്ടും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അപ്പൊ ഇനിയിപ്പോ ബാക്കി ഞാൻ ഹെയറൊക്കെ കളർ ചെയ്ത് ചുന്തിരി കുട്ടിയായിട്ട് വരാട്ടോ.